Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of quadrilateral chapter. അപ്പോൾ quadrilateral chapterലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മിഡ് പോയിന്റ് തിയറം വിത്ത് പ്രൂഫ്. അതങ്ങനെ തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആരെങ്കിലും ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ മിഡ് പോയിന്റ് തിയറത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് മാത്രം ഈ ഒരു ക്ലാസ് കേൾക്കുക. ബിക്കോസ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് മിഡ് പോയിന്റ് തിയറത്തിൻ്റെ ബേസിസിലായിരിക്കും. അപ്പം നമുക്ക് മിഡ് പോയിന്റ് തിയറം എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് വലിയ കാര്യമില്ല. സോ നമ്മൾ ആദ്യം ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ഫിഗർ തന്നിട്ടുള്ളത്. ABCD ക്വാഡ്രിലാറ്ററൽ ആണ് തന്നിട്ടുണ്ട്. PQRS ABയുടെയും BCയുടെയും CDയുടെയും ADയുടെയും മിഡ് പോയിന്റ്സ് ആണെന്നും തന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ എഴുതി വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോമെട്രി ചാപ്റ്ററിൽ ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ ഫിഗർ വരയ്ക്കണം, അതിനുശേഷം ഗിവൺ എഴുതണം, കൺസ്ട്രക്ഷൻ എഴുതണം, എന്താണ് പ്രൂവ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതണം, പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് ആൻസർ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, കൺസ്ട്രക്ഷൻ എന്താണ്? AC നമ്മൾ ജോയിൻ ചെയ്തു. അതായത് കൺസ്ട്രക്ഷൻ ഒരിക്കലും നമ്മൾ ബോൾഡ് ലൈൻസിൽ കൊടുക്കാൻ പാടില്ല, എപ്പോഴും ഡോട്ടഡ് ലൈൻസിലായിട്ട് കൊടുക്കാം. നൗ ടു പ്രൂവ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് തന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് എഴുതി വെക്കുക. SR is parallel to AC, SR is equal to half AC. ഇതൊക്കെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സബ് ഡിവിഷൻ ചെയ്യാം. ഈ കണ്ടീഷൻസ് ഒക്കെ ഞാനൊന്ന് മായ്ക്കുന്നുണ്ട്, ടു പ്രൂവ് മാത്രമേ ഞാൻ അവിടെ വെക്കുന്നുള്ളൂ കേട്ടോ. സോ ആദ്യം പ്രൂഫ് എന്ന് പറഞ്ഞ് കൊടുക്കാം. പ്രൂഫ് ആദ്യത്തെ സബ് ഡിവിഷൻ ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് SR is parallel to AC എന്ന് പ്രൂവ് ചെയ്യണം, SR is equal to half AC എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം S and R are the mid points. S ഉം R ഉം these are the mid points of എന്തൊക്കെയാണ്? AD and CD അല്ലേ? ഇത് നമുക്ക് ഗിവൺ ആയിട്ടുള്ള കേസാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് മിഡ് പോയിന്റ് തിയറം പറഞ്ഞിട്ടുള്ളത് എന്താണ്? If a line is drawn parallel to the third side, which intersects the other two sides at two distinct points, this line will be parallel to the third side and will be equal to half of that third side. ഇതാണ് നമ്മളുടെ മിഡ് പോയിന്റ് തിയറം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് ADC എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും പോകുന്ന ഒരു ട്രയാങ്കിളിൽ ഈ രണ്ട് സൈഡിൽ രണ്ട് ലൈൻസ്, രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാണ്, മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ലൈൻ എന്തായാലും ഈ ലൈനിനോട് എന്തായേ പറ്റുള്ളൂ? പാരലൽ ആയേ പറ്റുള്ളൂ. അതേമാതിരി തന്നെ ഈ ലൈനിന്റെ ലെങ്ത് എന്തായേ പറ്റുള്ളൂ? ഈ ലൈനിന്റെ കൃത്യം ഹാഫ് ആയാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് മിഡ് പോയിന്റ് തിയറം പറയുന്നത് തന്നെ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. Therefore SR is parallel to AC, also SR is equal to half AC, because by മിഡ് പോയിന്റ് തിയറം നിങ്ങൾ എഴുതാൻ പാടില്ല. മിഡ് പോയിന്റ് തിയറം നിങ്ങൾ ഇവിടെ സ്റ്റേറ്റ് ചെയ്യണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇവിടെ എഴുതണം. ആ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനാണ് ചിലപ്പോൾ ഫുൾ മാർക്ക് തരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എസും ആറും എക്സാക്ട് മിഡ് പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്തായാലും മറ്റേ സൈഡിനോട് എന്തായേ പറ്റുള്ളൂ? പാരലൽ ആയേ പറ്റുള്ളൂ. അതേമാതിരി തന്നെ ആ സൈഡിന്റെ കൃത്യം ഹാഫ് ആയാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മിഡ് പോയിന്റ് തിയറം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് PQ is equal to SR എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഓക്കെ, PQ is equal to SR എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കിടക്കുന്ന ലൈനാണ് അല്ലേ? PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ പോർഷനിൽ കിടക്കുന്നതാണ്. ഇവിടെയും ഈ ട്രയാങ്കിൾ ABC എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ലോവർ പോർഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ Pയും Qയും എന്താണ്? ABയുടെയും BCയുടെയും മിഡ് പോയിന്റ്സ് ആണ് അല്ലേ? ഓക്കെ, P and Q are mid points of AB and BC, which is given, തന്നിട്ടുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ PQ will be parallel to എന്തായിരിക്കും? തേർഡ് സൈഡ് AC അല്ലേ? ദാറ്റ് ഇസ് PQ is parallel to AC. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ ട്രയാങ്കിൾ ADC എന്ന് കൊടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ ഇൻ ട്രയാങ്കിൾ ABC എന്ന് കൊടുത്തോളൂ, എന്നാലും കുഴപ്പമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PQ എന്തിനോട് പാരലൽ ആയിരിക്കും? ACനോട് പാരലൽ ആയിരിക്കും. ആൾസോ PQ is equal to half AC ആയിരിക്കും.
ഇതും എന്തുകൊണ്ടാണ്? ബൈ മിഡ് പോയിന്റ് തിയറം. അതായത് രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്തായാലും മറ്റേ സൈഡിനോട് പാരലലും ആയിരിക്കും, അതിന്റെ കൃത്യം ഹാഫും ആയിരിക്കും. ഇതാണ് മിഡ് പോയിന്റ് തിയറം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ടും ഇത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 നിങ്ങൾക്കറിയാം ഹാഫ് എ സി റൈറ്റ് സൈഡിൽ കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? ഓക്കെ, ഫ്രം ഇക്വേഷൻ 1 and 2 we can write that PQ is equal to SR because ഹാഫ് എ സിനോട് രണ്ട് പാരാമീറ്ററും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് പാരാമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായേ പറ്റുള്ളൂ? ഈക്വൽ ആയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ, ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് PQSR is a parallelogram. PQSR എന്താണെന്ന് പ്രൂവ് ചെയ്യണം? പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ PQ is equal to SR എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, proved above അല്ലേ? PQ is equal to SR എന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതേമാതിരി തന്നെ SR is parallel to AC, also PQ is parallel to AC, which implies PQ is parallel to SR അല്ലേ? PQ is parallel to SR from subdivisions 1 and 2. ഒന്നാമത്തെയും രണ്ടാമത്തെയും സബ്ഡിവിഷനിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? PQ AC-നോട് പാരലൽ ആണ്, SR AC-നോട് പാരലൽ ആണെങ്കിൽ AC എന്നുള്ളത് കോമൺ പാരാമീറ്റർ. അങ്ങനെയാണെങ്കിൽ SRും PQവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായേ പറ്റുള്ളൂ? പാരലൽ ആയേ പറ്റുള്ളൂ. അപ്പോൾ പാരലലോഗ്രത്തിന്റെ കണ്ടീഷൻ എന്താണ്? ഒരു പെയർ എന്തായി? ഇപ്പോൾ ഈക്വലും അതേമാതിരി തന്നെ പാരലലും ആയി. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് PQ is equal to SR and PQ is parallel to SR, which implies PQSR is a parallelogram. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ്, സിൻസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഈ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നും കിട്ടി, നെക്സ്റ്റ് അതേമാതിരി തന്നെ പാരലൽ ആണെന്നും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ PQSR എന്തായേ പറ്റുള്ളൂ? ഒരു പാരലലോഗ്രാം ആയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് മിഡ് പോയിന്റ് തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു, പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഏകദേശം ഫിഗറുമായിട്ട് സാമ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABCD ഒരു റെക്റ്റാങ്കിൾ ആണ് തന്നിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ ABCD ഒരു ക്വാഡ്രിലാറ്ററൽ ആയിരുന്നു, ഇവിടെ ABCD ഒരു റെക്റ്റാങ്കിൾ ആണ് തന്നിട്ടുണ്ട്. PQRS മിഡ് പോയിന്റ്സ് ഒക്കെയാണെന്ന് തന്നിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ജോയിൻ AC നമ്മൾ ജോയിൻ ചെയ്യുന്നു. അവിടെ PQRS പാരലലോഗ്രാം ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ PQRS റോംബസ് ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് പാരലലോഗ്രാം ഇൻ വിച്ച് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫിഗറിനെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാരലലോഗ്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോംബസ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് PQRS ഒരു പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യലാണ്. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, PQRS എങ്ങനെയാണ് പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണത്. സോ അതേ സെയിം രീതിയിൽ നമുക്ക് പറയാം. S and R നമുക്ക് ട്രയാങ്കിൾ എടുത്തിട്ട് പറയാം കേട്ടോ. പ്രൂഫ് ഇൻ ട്രയാങ്കിൾ ADC നിങ്ങൾ തന്നെ എഴുതി നോക്കി നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടതല്ലേ, അതേമാതിരി തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. S and R are midpoints of AD and CD. Therefore നമുക്ക് എന്തെഴുതാം? SR is parallel to AC and SR is equal to half AC by മിഡ് പോയിന്റ് തിയറം എന്നുള്ളത് നിങ്ങൾ എഴുതിയാൽ പോരാ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. ബൈ MPT എഴുതരുത്, സ്റ്റേറ്റ്മെന്റ് ആക്കി തന്നെ എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ 1. അപ്പോൾ ട്രയാങ്കിൾ ADC എടുക്കുന്നു, എസും ആറും മിഡ് പോയിന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ SR പാരലൽ ടു AC യും SR ഈക്വൽ ടു ഹാഫ് AC ആയിരിക്കും. അതാണ് നമ്മുടെ മിഡ് പോയിന്റ് തിയറം പറയുന്നത്. സിമിലർലി ഇൻ ട്രയാങ്കിൾ ABC we can write P and Q are midpoints of AB and BC respectively. So we can write PQ is parallel to AC and PQ is equal to half AC.
again by midpoint theorem. സോ നമുക്ക് ഇക്വേഷൻ 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് എഴുതാനായിട്ട് പറ്റുന്നത്? ഫ്രം ഇക്വേഷൻ 1 and 2 we can write it as SR parallel to AC ആണ്, PQ parallel to AC ആണ്. അങ്ങനെയാണെങ്കിൽ PQയും SRും തമ്മിലോടെ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ദാറ്റ് ഈസ് PQ is parallel to SR. നെക്സ്റ്റ് SR is equal to half AC, PQ equal to half AC. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? PQ is equal to SR എന്നും എഴുതാനായിട്ട് പറ്റും. which implies PQ SR is a parallelogram അല്ലേ? പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പോസിറ്റ് സൈഡ് ഈക്വലും പാരലലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫിഗറിനെ വിളിക്കുന്ന പേരാണ് പാരലലോഗ്രാം. സോ വി ഗോട്ട് ദാറ്റ് PQRS is a parallelogram. ഓക്കെ, പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇനി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? റോംബസ് ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കറിയാം ഇതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് അറിയാം അല്ലേ? റെക്റ്റാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് we can write that AD is equal to BC because opposite sides of a rectangle are equal. Okay, നമുക്ക് ഫുൾ ലെങ്ത് ആവശ്യമില്ല ബിക്കോസ് ഇവിടത്തെ ഒരു ഹാഫ് ലെങ്ത്തിലാണ് ഈ ഒരു ഫുൾ ഇത് കിടക്കുന്നത് അല്ലേ? നമുക്ക് എന്തെടുക്കാം? AS ആയാലും BQ ഒക്കെ ആയാലും കൃത്യം ഹാഫിലാണ് കിടക്കുന്നത്. സോ വി ക്യാൻ ടേക്ക് ഹാഫ് ഓൺ ബോത്ത് സൈഡ്സ്. half AD is equal to half BC എന്ന് എടുക്കാം, taking half on both side. എഴുതാട്ടോ എന്താ ചെയ്യുന്നതെന്നുള്ളത് എഴുതാം. ഹാഫ് AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് AS എന്ന് എഴുതാം അല്ലെങ്കിൽ DS എന്ന് എഴുതാം. അതേമാതിരി തന്നെ ഹാഫ് BC ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ BQ എന്ന് എഴുതാം അല്ലെങ്കിൽ CQ എന്ന് എഴുതാം. ഇതിപ്പോൾ നമ്മൾ താഴെയുള്ള പോർഷൻസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് AS is equal to BQ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി ഇവിടെ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഒന്നില്ലെങ്കിൽ PQ ഈക്വൽ ടു PS എന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ PQ ഈക്വൽ ടു SR എന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ SR is equal to PS എന്ന് പ്രൂവ് ചെയ്യാം. ഏതെങ്കിലും രണ്ട് അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ആണെന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് PSഉം PQയും ഈക്വൽ ആണെന്നുള്ളതാണ്. ഇപ്പൊ ഇതേമാതിരി ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഈ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, so for that we are considering two triangles. Consider triangle APS and triangle BPQ. APSഉം BPQവും കൺസിഡർ ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റുക? AP is equal to BP എന്ന് എഴുതാം, since P is the midpoint of AB. P midpoint of AB ആണ്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? AS is equal to BQ ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? AS is equal to BQ ഇക്വേഷൻ A എന്ന് എഴുതിയാൽ മതി. ഫ്രം ഇക്വേഷൻ A. ഓക്കെ, AS is equal to BQ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ എഴുതാനായിട്ട് പറ്റും? PS is equal to PQ എഴുതാൻ പറ്റില്ല ബിക്കോസ് നമുക്ക് അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റുന്നത് എന്താണ്? നമ്മളുടെ ഇതൊരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെ ആംഗിൾ എയും ആംഗിൾ ബിയും എന്തായിരിക്കും? 90 ഡിഗ്രി ഈച്ച് ആയിരിക്കും അല്ലേ? സോ ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ഇസ് 90 ഡിഗ്രി ഈച്ച് ബിക്കോസ് ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെ. Therefore we can write that APS is congruent to triangle BPQ by ഏത് സിമിലാരിറ്റി ആണ്? രണ്ട് സൈഡ് ഒരു ആംഗിൾ, ദാറ്റ് ഇസ് SAS കോൺഗ്രുവൻസ്. SAS കോൺഗ്രുവൻസ് വെച്ച് നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റി? ദിസ് ഈക്വൽ എന്ന് എഴുതാനായിട്ട് പറ്റി. നെക്സ്റ്റ് therefore നമുക്ക് എന്താ എഴുതാനായിട്ട് പറ്റും? PS is equal to PQ എന്ന് എഴുതാനായിട്ട് പറ്റും. ദിസ് ഇസ് ദ CP/CT കണ്ടീഷൻ. നമുക്ക് രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? PQRS is a rhombus എന്ന് കിട്ടും. അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇതേമാതിരി തന്നെ നിങ്ങൾക്ക് PQ is equal to QR എന്ന് പ്രൂവ് ചെയ്യാം, QR is equal to SR പ്രൂവ് ചെയ്യാം, SR is equal to PS എന്നും പ്രൂവ് ചെയ്യാം. Therefore we got that PQ SR is a
റോംബസ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, adjacent sides ഈക്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റോംബസ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ക്ലാസ്സിൽ കുറച്ച് പെൻഡിങ് ക്വസ്റ്റ്യൻസ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.